എന്തായാലും എലിമിനേറ്റഡ് ആവും. രണ്ട് ടീമും ഇനി മെഗാ പ്രൈസ് റൗണ്ടിലോട്ട് പോകില്ല. അഞ്ചാമത്തെ റൗണ്ടായ മെഗാ പ്രൈസ് റൗണ്ടിലാണ് കാറ് അല്ലെങ്കിൽ സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ റൗണ്ടിലോട്ട് ഒരൊറ്റ ടീമേ പോവുള്ളൂ. അത് തീരുമാനിക്കുന്ന റൗണ്ടാണ് റൗണ്ട് 4. റൗണ്ട് 4 3 ചോദ്യങ്ങൾ. അതിൽ 2 ചോദ്യങ്ങളെങ്കിലും ഒരു ടീം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബസറാണ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് മാത്രമല്ല പാസ്വേഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യക്ക് പുറമെ മറ്റേത് അയൽ രാജ്യത്ത് കൂടിയാണ് ഗംഗാ നദി ഒഴുകുന്നത്? ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതാണ് മനസ്സിലാലോചിക്കുന്നത് എന്താണെന്ന്. ബസറടിച്ച് പറയൂ. ഇന്ത്യയുടെ അയൽ രാജ്യം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ നോക്കേണ്ടതുള്ളൂ. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ആലോചിക്കൂ. ഗംഗ ഏത് വശത്തൂടെയാണ് ഒഴുകുന്നതെന്ന് ആലോചിക്കൂ. ശ്രീലങ്കയാണോ? ഞാൻ ആദ്യമേ പറഞ്ഞു ഹിസ്റ്ററിയിൽ ഞാൻ വീക്കാണ്. ഹിസ്റ്ററിയിലോ? ഇത് ജോഗ്രഫി അല്ലേ? എന്തോ അതിലും വീക്കാ. തെറ്റായിട്ടുള്ള ഉത്തരം. നിങ്ങൾക്ക് അറിയോ ഉത്തരം? ഭൂട്ടാനാണോ ഉറപ്പ് പറയുന്ന ഉത്തരവാണോ? അടുത്ത ഭൂട്ടാൻ. ബംഗ്ലാദേശ്. ഇനി നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. പക്ഷേ ഭൂട്ടാനാണ് ലാസ്റ്റ് ഉത്തരം. ഭൂട്ടാൻ തെറ്റായിട്ടുള്ള ഉത്തരവാണ്. ബംഗ്ലാദേശ് ആണ് ശരി ഉത്തരം. എവിടെ നിങ്ങളെ ചാൻസ് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞേ? ഞാൻ ചോദിച്ചോ 2-3 തവണ ഉറപ്പിച്ച് പറയാനുണ്ടോന്ന്. ശ്രീലങ്ക പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ശ്രീലങ്ക പറഞ്ഞാലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2001 സെപ്റ്റംബർ 11. എല്ലാവർക്കും അറിയാം അല്ലെ? സെപ്റ്റംബർ 11. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ഏത് നഗരത്തിലുള്ള വേൾഡ് ട്രേഡ് സെന്ററുകളാണ് ആക്രമിക്കപ്പെട്ടത്? അവിടെ ആദ്യം അടിച്ചു ബസർ. ന്യൂയോർക്ക്. പറയാ വിളിച്ചീകളെ. തെറ്റുത്തരം പറഞ്ഞ് എന്റെ നെഞ്ചത്തെ ഒന്ന് കയറി. പാവം കണ്ടിട്ട് നിങ്ങളാളെ എന്ത് ഉത്തരമായിരിക്കും പറയാ? സെയിം അല്ലേ പറയാ? അപ്പൊ പിന്നെ ഉറപ്പല്ലേ ന്യൂയോർക്കാണ് ശരി. ഇപ്പൊ ഗ്രൗണ്ട് സീറോ, ഇപ്പൊ ഡ്രീം ടവർ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യമുള്ളൂ. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഇവരുടെ ചാൻസ് കളയാം. അത് വേണം. ഒരു മനസ്സുഖം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ്? അയ്യോ, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ്? ഇപ്പൊ നിങ്ങളുടെ ചാൻസ് കളയാൻ വേണ്ടിട്ട് അവിടെ ഒരു ബസർ വന്നിട്ടുണ്ട്. ഏറ്റവും പഴക്കം ചെന്നല്ലേ? ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ്. ഗെയിംസ് അങ്ങനെയുള്ളതല്ല, ഫുട്ബോൾ ടൂർണമെന്റ്. വേൾഡ് കപ്പ്. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ്. അതിനു മുമ്പ് വേറെ കപ്പില്ലല്ലോ. ഫിഫ വേൾഡ് കപ്പ് അല്ല. ഫിഫ വേൾഡ് കപ്പിന് മുമ്പേ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് തെറ്റി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള അവസരം. ലാസ്റ്റ് ചാൻസ്. തങ്കു, അഞ്ജന. 5, 4, 3, 2, 1. കോപ്പ അമേരിക്ക. ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാനിത് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ആലോചിക്കണം. തങ്കച്ചനെ ഞാൻ പറഞ്ഞത് കോപ്പ തങ്കച്ചൻ ഓപ്പയെന്ന്. ഒരിക്കലുമില്ല. ഒരു ക്യാമറയിലും അത് പതിഞ്ഞിട്ടില്ല. എനിക്ക് ആ ഫുട്ബോളിന്റെ ആ ഒരു അറിവ് കൊണ്ട് ഞാൻ പറഞ്ഞു. അമേരിക്ക ശരി ഉത്തരം. ഞാനിവിടുന്ന് ഷാജുനോട് പറഞ്ഞു കോപ്പാന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പേടിക്കല്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞങ്ങള് പോവാലോ. നമുക്ക് ഇവരോട് രണ്ടുപേരോടും ബൈ പറയേണ്ട സമയമായി. ഓക്കെ, ബൈ. ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു. കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്. താങ്ക് യു. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.